എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു തെറ്റും ഒരു കുറ്റവും ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ കഴിഞ്ഞ 10-25 വർഷക്കാലമായി കേരളത്തിലെ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ്. 2001-2006 കാലഘട്ടത്തിൽ ഞാൻ VS അച്യുതാനന്ദൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു. അന്ന് മുതൽ തന്നെ ഈ ലൈംഗികാരോപണ കേസുകളിലും ശ്രീപീഡനവുമായി ബന്ധപ്പെട്ടുള്ള കേസുകളിലെല്ലാം തന്നെ നിരന്തരമായി ഇരകൾക്ക് വേണ്ടി വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം നടത്തുന്ന ഒരു പൊതുപ്രവർത്തകനും സാമൂഹ്യ പ്രവർത്തകനുമാണ് ഞാൻ. VSൻ്റെ കൂടെ നിൽക്കുമ്പോൾ ഐസ്ക്രീം പാർലർ കേസ്, വിതുര കേസ്, അതുപോലെ തന്നെ കിളിരൂർ കേസ്, കവിയൂർ കേസ് മുതലായിട്ടുള്ള എല്ലാ സ്ത്രീപീഡന കേസുകളിലും ഇരകൾക്ക് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. ഏറ്റവും അവസാനം ഈ വേടൻ്റെ വിഷയത്തിൽ പോലും ഇരയ്ക്ക് അനുകൂലമായിട്ട് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം നിലപാടെടുത്ത ഒരു പൊതുപ്രവർത്തകനും സാമൂഹ്യ പ്രവർത്തകനുമാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എനിക്കെതിരെ ഈ സ്ത്രീത്വത്തെ ആക്ഷേപിച്ചു എന്ന് പറയുന്ന ഒരു വാദം ഒരിടത്തും നിലനിൽക്കില്ല. അത് പൊതുമണ്ഡലത്തിൽ നിലനിൽക്കുന്നില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ കോടതിയിലും അത് നിലനിന്നിട്ടില്ല. എനിക്കെതിരെ ഉള്ള എല്ലാ വകുപ്പുകളും അടിസ്ഥാനരഹിതമായിട്ടുള്ള വകുപ്പുകളാണ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞു. എന്നെ വലിയ തോതിൽ എന്നെ സമ്മർദ്ദത്തിലാക്കാൻ വേണ്ടിയിട്ട് ഭരണകൂടം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ കുടുംബത്തിനെ വരെ സമ്മർദ്ദത്തിലാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടന്നു. അതൊന്നും തന്നെ നിലനിൽക്കില്ല. എനിക്കറിയില്ല, ഞാനൊരു ഇത്തരം പോരാട്ടങ്ങൾ ഒരു ജീവിതവ്രതമാക്കിയ മനുഷ്യനായി പോയതുകൊണ്ട് VS അച്യുതാനന്ദൻ്റെ കൂടെ നിന്ന് അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന് സമരം ചെയ്ത ഒരാളെന്നുള്ള നിലയിലും ഞാനത് തുടരുകയാണ്. എനിക്ക് അതിനകത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളൊക്കെ ഞാൻ അനുഭവിക്കുന്നുണ്ട്. എന്നെ ഭീഷണിപ്പെടുത്തി ഒന്നും എന്നെ വീഴ്ത്താൻ കഴിയില്ല. എനിക്ക് 100-300ഓളം കോളുകളാണ് എനിക്ക് വന്നത്, ഭീഷണി കോളുകൾ. ഞാൻ എല്ലാം ചെയ്തതെന്ന് വെച്ചാൽ വന്ന ഉടനെ തന്നെ ഞാനത് ഡിസ്കണക്ട് ചെയ്യും, ബ്ലോക്ക് ചെയ്യും. ഞാൻ ഒന്നും എനിക്കെതിരെ കേൾക്കില്ല. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഒരാളെയും ഞാൻ അധിക്ഷേപിച്ചിട്ടില്ല. ഞാൻ എൻ്റെ പ്രതിപക്ഷ യൂട്യൂബ് ചാനലിൽ 2000 വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. 2000 വീഡിയോ ചെയ്തിട്ടും എനിക്കെതിരെ ആദ്യമായി വരുന്ന ഒരു കേസാണിത്. ആ 2000 വീഡിയോകളിൽ ഒരു 10-25% ഇവിടുത്തെ ഭരണകൂടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കെതിരായിട്ട് ചെയ്തു. എനിക്കെതിരെ ഒരു കേസും വന്നിട്ടില്ല. വസ്തുനിഷ്ഠമായിട്ടുള്ള തെളിവുകളുടെയും ബോധ്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അത് തന്നെയാണ് ഞാൻ തുടർന്നിട്ടുള്ളത്, അത് തുടരും. എൻ്റെ വാദങ്ങൾ കോടതി അംഗീകരിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അതുകൊണ്ട് അത്രയാണ് എനിക്ക് പറയാനുള്ളത്. IT ആക്ടിലെ 67 ആയിരുന്നു താങ്കൾക്കെതിരെ ചുമത്തിയ ഒരു വകുപ്പ്, അതായത് ഈ അശ്ലീല പ്രചരണം. അപ്പോൾ ഈ തരത്തിൽ ആദ്യം എടുത്ത കേസിൽ താങ്കളെ ചോദ്യം ചെയ്യുന്നു, വിട്ടയക്കുന്നു. അതിനുശേഷം പിന്നീട് പെട്ടെന്ന് മറ്റൊരു കേസ് വരുന്നു. അപ്പോൾ അതിൽ മറ്റേതെങ്കിലും തരത്തിലൊരു ആസൂത്രണം അല്ലെങ്കിൽ പോലീസിന് മേലെ ആ തരത്തിലുള്ള സമ്മർദ്ദം ഉണ്ടെന്ന് കരുതുന്നുണ്ട്? അല്ല, 100% അതാണല്ലോ. ഞാനതിൻ്റെ വിശദാംശം പറഞ്ഞുതരാം. അതായത് ആദ്യം എനിക്കെതിരെ ഒരു FIR ഇടുന്നു. ആ FIRൽ തന്നെ പറഞ്ഞത് ഈ സ്ത്രീയുടെ പേരും അവരുടെ ഫോട്ടോയും വെച്ച് ഞാൻ പ്രചരണം നടത്തിയെന്നാണ്. അത് തന്നെ അസംബന്ധമാണ്, ശുദ്ധ അസംബന്ധമാണ്. ഞാൻ ആ വീഡിയോയിൽ ഒരാളുടെയും പേര് പറഞ്ഞിട്ടില്ല. അതിനുശേഷം എനിക്കെതിരെ അതോടൊപ്പം തന്നെ ആ FIRൽ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് BNSലെ 78, 79, BNSലെ 3, 5, IT ആക്ടിലെ സെക്ഷൻ 67, അതുപോലെ തന്നെ കേരള പോലീസ് ആക്ടിലെ 120O, ഇത്രയും വകുപ്പുകളാണ് എനിക്കെതിരെ ഇട്ടിരിക്കുന്നത്. ഈ വകുപ്പുകളൊന്നും സ്റ്റോക്കിംഗ് ഒക്കെയാണ് അതിനകത്ത് ഇട്ടിരിക്കുന്നത്. സ്റ്റോക്കിങ്, സെക്ഷലി എക്സ്പ്ലിസിറ്റ് കണ്ടൻറ്റുകൾ ഞാൻ ട്രാൻസ്മിറ്റ് ചെയ്തു, ഞാൻ കോൺസ്പയർ ചെയ്തു, അതൊക്കെ പറയും. ഇതൊന്നും എനിക്കെതിരെ നിലനിൽക്കുന്ന വകുപ്പുകളല്ല. ഞാനതൊന്നും ചെയ്തിട്ടേയില്ല. കാരണം ഞാൻ ഒരാളുടെയും പേര് പറഞ്ഞിട്ടില്ല. ഞാനൊരു സംഭവം പൊതുമണ്ഡലത്തിൻ്റെ മുന്നിൽ അവതരിപ്പിച്ചു. ഒരു സംഭവം ഞാനിതിനു മുമ്പ് പല സംഭവങ്ങൾ ഇതുപോലെ പൊതുമണ്ഡലത്തിന് മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അത് വന്നു. ആ FIRുമായി ബന്ധപ്പെട്ടുകൊണ്ട് 19 എടുത്ത കേസിൽ എനിക്ക് തോന്നുന്നു 2 ദിവസം മുമ്പ് എന്നെ ചോദ്യം ചെയ്യാൻ വിളിച്ചു. ഒരു മിനിറ്റ് ചോദ്യം ചെയ്യാൻ വിളിച്ചു. ആ ചോദ്യം ചെയ്തത് തന്നെ 1 മണിക്കൂർ കൊണ്ട് ചോദ്യം കഴിഞ്ഞിട്ട് DYSP വരാൻ താമസിക്കുന്ന പറഞ്ഞിട്ടാണ് എന്നെ 3 മണിക്കൂർ അവിടെ ഇരുത്തിയത്. DYSP വരാൻ താമസിക്കുന്നു പറഞ്ഞു. എന്നിട്ടാണ് 4 മണിക്കൂർ എന്നെ ചോദ്യം ചെയ്തു എന്ന് വാർത്തകൾ വന്നു. എനിക്കതിനകത്ത് വിഷമമില്ല, വിരോധമില്ല. കാരണം നിങ്ങളുടെ സമ്മർദ്ദം ഞാൻ അംഗീകരിക്കുന്നു. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് വിരോധമില്ല. എന്നിട്ട് എന്നോട് പറഞ്ഞു എൻ്റെ മെമ്മറി കാർഡ് പിടിച്ചെടുത്തു. എൻ്റെ മെമ്മറി കാർഡും കൊണ്ട് ഞാനാണ് ഇവിടെ വന്ന് പോലീസിന് കൊടുത്തത്. അതിൽ എന്നെ ചോദ്യം ചെയ്ത് തിരിച്ചു വിട്ടു. ആ ചോദ്യം ചെയ്ത് തിരിച്ചു വിട്ടതിന് ശേഷം ഈ വനിത വീണ്ടും എനിക്കെതിരെ കൊണ്ടുവന്നൊരു കേസ് കൊടുക്കുകയാണ്. ആ കേസെന്ന് പറഞ്ഞാൽ ഞാൻ തുടരെ ആക്ഷേപിച്ചു, അധിക്ഷേപിച്ചു പറഞ്ഞാൽ അത് അസംബന്ധമാണ്. കാരണം ഞാൻ 2ാമത്തെയും 3ാമത്തെയും വീഡിയോകളിൽ ഞാൻ ചോദിച്ചത് ഈ സ്ത്രീയോട് ചില ചോദ്യങ്ങളാണ് ചോദിച്ചത്.
ആ ചോദ്യങ്ങൾ ചോദിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരു പത്രപ്രസ്താവന ഇറക്കി, വിശദമായൊരു പത്രപ്രസ്താവന ഇറക്കി. ആ പത്രപ്രസ്താവനയിൽ അവരവരുടെ കുടുംബത്തിനും കുട്ടികൾക്കും ബന്ധുക്കൾക്കുമൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കി ഈ വിഷയം എന്ന് പറഞ്ഞിരുന്നു. അപ്പം ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾക്കും നിങ്ങളുടെ ബന്ധുക്കൾക്കും നിങ്ങളുടെ കുടുംബത്തിനുമൊക്കെ ഇതുപോലെ ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ കേരളത്തിലൊരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നല്ലോ, ഉമ്മൻചാണ്ടി. ആ ഉമ്മൻചാണ്ടി ഒരു തെളിവുമില്ലാതെയല്ലേ ഉമ്മൻചാണ്ടിയെ കൊല്ലാക്കൊല ചെയ്തത്? ഉമ്മൻചാണ്ടിക്ക് ക്യാൻസർ കൂടി മരിച്ചത് തന്നെ ഈ കൊല്ലാക്കൊല ചെയ്ത ഈ കള്ളത്തരം കൊണ്ടല്ലേ? അപ്പോൾ ഉമ്മൻചാണ്ടിയെ കൊല്ലാക്കൊല ചെയ്ത പാർട്ടിയിലല്ലേ നിങ്ങൾ നിൽക്കുന്നത് എന്നും പറഞ്ഞ് ഞാനൊരു ചോദ്യം ചോദിച്ചു. അതിനുശേഷം ഞാൻ ഗോപി കോട്ടമുറിക്കലിനെയും പി ശശിയെയും കടകംപള്ളി സുരേന്ദ്രനെയും അറിയാമോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു ചോദ്യം ചോദിച്ചു ഇവരോട്. അതെല്ലാം ആ സ്റ്റേറ്റ്മെൻറ്റിനുള്ള മറുപടിയാണ്, അല്ലാതെ ഇവരുമായിട്ട് അതിന് യാതൊരു ബന്ധങ്ങളുമില്ല.